മുഖ്യമന്ത്രി വി ഡി സതീശന് ആർഎസ്എസുമായി നല്ല ബന്ധമുള്ളതുകൊണ്ടാണ് മിനിറ്റുകൾക്കകം മെറ്റയിൽ സ്വാധീനം ചെലുത്തി ഇത്തരം കാര്യങ്ങൾ നീക്കം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇത് ഗൗരവമായ ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നല്ല ബന്ധമുള്ള, മുഖ്യമന്ത്രി അങ്ങോട്ട് വീട്ടിൽ പോയി കാണുന്ന, മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് ഏത് സമയത്തും വീട്ടിലും ഓഫീസിലും വന്ന് കാണാൻ എല്ലാവിധ അനുവാദമുള്ള ഒരാളെ പിടികൂടിയിട്ട് ഇവിടെ ചില വാർത്താ ചാനലുകളും പത്രങ്ങളുമെല്ലാം അങ്ങേയറ്റം ഈ സംഭവത്തെ വെള്ളപൂശുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്ററാണ്, സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഈ നിലയിൽ പിടിക്കപ്പെട്ടതെങ്കിൽ ഈ വാർത്താവിന്യാസം ഏത് രൂപത്തിലുള്ളതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും MDMA-യുമായി പിടിയിലായിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. അത്യന്തം ഗൗരവമായിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേന്ദ്ര ഗവൺമെന്റിനെ സ്വാധീനിച്ച് ചില ചാനലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മെറ്റയെ ഉപയോഗപ്പെടുത്തി ഒഴിവാക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങേയറ്റം വിദ്വേഷ പ്രസംഗം നടത്തി സ്ത്രീകൾക്കെതിരായ പരാമർശം നടത്തിയിട്ടുള്ള RSSന്റെ നേതാവിൻ്റെ ഈ വിദ്വേഷം നിറഞ്ഞ പ്രസംഗം നീക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്, സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല. എന്നാൽ ഇവിടെ രാസലഹരിയുമായി ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ട ആളുകൾക്കെതിരെ വരുന്ന വാർത്തകൾ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി UDFന്റെ ഗവൺമെന്റ് കാണിക്കുന്ന തിടുക്കം അങ്ങേയറ്റം സംശയം ഉളവാക്കുന്നതാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന് RSSുമായി നല്ല ബന്ധമുള്ളതുകൊണ്ടാണ് മിനിറ്റുകൾക്കകം മെറ്റയിൽ സ്വാധീനം ചെലുത്തി ഇത്തരം കാര്യങ്ങൾ നീക്കം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇത് ഗൗരവമായ ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നല്ല ബന്ധമുള്ള, മുഖ്യമന്ത്രി അങ്ങോട്ട് വീട്ടിൽ പോയി കാണുന്ന, മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് ഏത് സമയത്തും വീട്ടിലും ഓഫീസിലും വന്ന് കാണാൻ എല്ലാവിധ അനുവാദമുള്ള ഒരാളെ പിടികൂടിയിട്ട് ഇവിടെ ചില വാർത്താ ചാനലുകളും പത്രങ്ങളുമെല്ലാം അങ്ങേയറ്റം ഈ സംഭവത്തെ വെള്ളപൂശുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്ററാണ്, സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഈ നിലയിൽ പിടിക്കപ്പെട്ടതെങ്കിൽ ഈ വാർത്താവിന്യാസം ഏത് രൂപത്തിലുള്ളതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു വാർത്താമാധ്യമം കൊടുത്തത്, ഒരു പത്രം കൊടുത്തത്, മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരാധകൻ പിടിയിലായി എന്നാണ്. ആരാധന ആർക്കും ആരോടും ആവാമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല. ഒരു സാധാ ആരാധകനെ പിടിച്ചിരിക്കുന്നു എന്ന് ഒരു പ്രധാനപ്പെട്ട പത്രം അവരുടെ 8ാമത്തെ പേജിനകത്ത് ആരും കാണാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ ലേഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഞാനിന്ന് മിക്കവാറും പത്രങ്ങളെല്ലാം ഓടിച്ചു നോക്കിയപ്പോൾ ആ മാധ്യമങ്ങളൊന്നും കാര്യമായ നിലയിലുള്ള വാർത്ത കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആര് സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ഈ തെളിവുകൾ പുറത്തു വരുന്ന സന്ദർഭത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ ഉത്തരവാദിത്തോടുകൂടി ഇതിനോട് പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ ഒരു മന്ത്രി OJ ജനീഷ്, അദ്ദേഹം അങ്ങേയറ്റം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന ഇന്നലെ നടത്തിയിരിക്കുകയാണ്. ഈ MDMA കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല, യൂത്ത് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് പറഞ്ഞത് ഈ MDMA കേസിൽ പ്രതിയേർക്കപ്പെട്ട് പിടികൂടിയിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നാണ്. സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ഞങ്ങളുമായിട്ട് ബന്ധമില്ല, മന്ത്രി പറയുന്നു ഞങ്ങളുമായിട്ട് ബന്ധമില്ല.
എന്നാൽ എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റ് പറയുന്നു ഇവർ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ട്, ഇവരെ പുറത്താക്കിയിരിക്കുന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെല്ലാം പൊളിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ MDMA കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയിട്ടുള്ള പ്രതികളുടെ കോൺഗ്രസുമായുള്ള ബന്ധം, മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം, അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ എല്ലാം പുറത്തു വന്നുകൂടി സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഉത്തരവാദിത്തോടുകൂടി പ്രതികരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവണം. മുഖ്യമന്ത്രി മെറ്റയെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സ്വാധീനിച്ച് RSSന്റെ പിന്തുണയോടുകൂടി ഇത്തരം വാർത്തകളെ മുക്കിക്കളയാൻ നോക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല എന്നുകൂടി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്.